So in this session, we will discuss some problems based on Bohr atom model and basic spectroscopy. Okay. So first question is a certain spectral line is or has wavelength. A certain spectral line has wavelength lambda is equal to 4000 angstrom. 4000 angstrom. Then question is calculate the frequency in hertz and energy in electron volt of the photon associated with it. Okay. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു വേവ് ലെങ്ത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത്. ഓക്കെ. സോ ഗിവൺ ഈസ് ലാംഡ 4000 ആങ്സ്ട്രോം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. 4000 ആങ്സ്ട്രോം ഈസ് നത്തിങ് ബട്ട് 10⁻⁻10 meters. Okay, 1 angstrom is 10⁻⁻10 meter. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു c by lambda. C is velocity of that electromagnetic radiation. It is 3 into 10⁸ meter per second. Then lambda is 4000 into 10⁻⁻10 meter. Okay. So substitute back. Nu is equal to 3 into 10⁸ divided by 4000 into 10⁻⁻10. ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഹലോ, നിങ്ങൾക്ക് കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാമോ? ഡിപ്പാർട്ട്മെന്റിൽ കറണ്ട് പോകുന്നു. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? So frequency nu is equal to c by lambda, where c is the velocity of light, lambda is the wavelength. C is
3 into 10 raised to 8 meter per second. അത് തന്നോളണമെന്നില്ല പരീക്ഷയ്ക്ക്, അത് കാണാതെ അറിയേണ്ടി വരും. Lambda is given 4000 into 10 to the power minus 10. So answer is 3 by 4. 3 by 4 is 0.75 into, ഇവിടെ 3 പൂജ്യം ഉണ്ട്, 10 raised to minus 7 ആവും. ഇത് minus 10 എന്നുള്ള 3 പൂജ്യം ഇങ്ങോട്ട് എടുത്താൽ 10 raised to minus 7 ആവും. അത് മുകളിൽ വരുമ്പോൾ 10 raised to plus 7 ആവും. മുകളിൽ ഒരു 8 ഉണ്ട്. സോ ടോട്ടൽ 10 raised to 15. ഓക്കെ, is equal to 7.5 into 10 to the power 14 hertz. 7.5 into 10 to the power 14 hertz. Is it clear? ഇപ്പോൾ ഇത് SI യൂണിറ്റിലാണ്. SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഹെഡ്സ് ആണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത് എനർജി. എനർജി എങ്ങനെയാണ്? E is equal to h nu. എനർജി എങ്ങനെയാണ്? E is equal to h nu. H എത്രയാണ്? 6.625 into 10 to the power minus 34 into nu എത്രയാണ്? 7.5 into 10 to the power 14. So energy is equal to 6.625 multiplied with 7.5 into 10 to the power minus 20. ഇത്രയും ജൂളാണ്. ഇത്രയും ജൂളാണ്. ഇത് ചെയ്താൽ എത്രയായിരിക്കും വരിക? 7.5 into 6.625. That is 49.69 into 10 to the power minus 20 joule. But your question is express the energy in electron volt. Screen stuck ആണോ? എല്ലാവർക്കും സ്ട്രക്ക് ആയിട്ട് തന്നെ നിൽക്കുകയാണോ? ഹലോ, സ്ക്രീൻ സ്ട്രക്ക് ആണോ എല്ലാവർക്കും? ഹലോ, വോയിസിന് ബ്രേക്ക് ഉണ്ടോ? ഒരു മിനിറ്റ് ഒന്ന്. ഇപ്പോൾ വോയിസ് ക്ലിയർ ആണോ? സ്ക്രീൻ സ്ട്രക്ക് മാറിയോ? ഇപ്പോൾ വോയിസ് ക്ലിയർ ആണോ? സ്ക്രീനും ഓക്കെ അല്ലേ? ഓക്കെ. So this is 1.6 into 10 to the power. So ജൂളിലുള്ള എനർജീനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാനായിട്ട് ചെയ്യേണ്ടത് 1.6 into 10 raised to minus 19 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 1.6 into 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ജൂളിനെ എന്താക്കാൻ ചെയ്യേണ്ടത്? ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 31.05 into 10 to the power minus 1, or it is 3.1 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ജൂളിലുള്ള എനർജിയെ മാറ്റാൻ എന്ത് ചെയ്യണം? 1.6 into 10 to the power minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തിരിച്ച് ഇലക്ട്രോൺ വോൾട്ടിലുള്ളതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.6 into 10 raised to minus 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എത്ര ആൻസർ കിട്ടിയത്? 3.1 ഇലക്ട്രോൺ വോൾട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഞാൻ വേറൊരു എളുപ്പ ഇക്വേഷൻ പറഞ്ഞുതരാം, പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ. എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് 1242 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഞാൻ HC ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉള്ള കോൺസ്റ്റന്റുകളെല്ലാം കൂടെ 1242 എന്ന് എഴുതിയിരിക്കുകയാണ്. ഈ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയത് എന്തായിരുന്നു? എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് 1242 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ. ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴേ ശരിയാവുള്ളൂ. നമുക്കിവിടെ തന്ന ചോദ്യത്തിൽ ലാംഡ 4000 ആങ്സ്ട്രോം ആണ്. അതിനെ 4000 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 10 മീറ്റർ എന്ന് എഴുതാം. ഇതിനെ എനിക്ക് 400 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 9 എന്നെഴുതാം. 10 raised to minus 9-നെയാണ് നാനോമീറ്റർ എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 400 നാനോമീറ്റർ. സോ എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് 1242 ഡിവൈഡഡ് ബൈ 400
1242 400 എന്ന് പറഞ്ഞാൽ 3.1 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഈ എച്ചും സി എല്ലാം ചെയ്ത എഫക്റ്റ് എല്ലാം കൂടെ ഉണ്ട് ഈ 1 2 4 2. പക്ഷെ ബി കെയർഫുൾ, നിങ്ങൾ ലാംഡ ആങ്സ്ട്രത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തെറ്റിപ്പോവും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കാമെങ്കിൽ മാത്രമേ പഠിച്ചു വെക്കാവുള്ളൂ. 1242 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻ നാനോമീറ്റർ. കിട്ടുന്ന ആൻസർ ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. പരീക്ഷയ്ക്ക് ജൂളാ ചോദിച്ചതെങ്കിൽ ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 കൂടെ ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. E equal to h nu equal to hc by lambda. ഓക്കെ, ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ഈ ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വേവ് നമ്പർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് 1 by ലാംഡയാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ലാംഡ തന്നിട്ട് വേവ് നമ്പർ ചോദിക്കാം, ലാംഡ തന്നിട്ട് ഫ്രീക്വൻസി ചോദിക്കാം, ലാംഡ തന്നിട്ട് എനർജി ചോദിക്കാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ഏത് വന്നാലും എഴുതാൻ പാകത്തിന് അറിഞ്ഞിരിക്കണം. യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം അറിഞ്ഞിരിക്കണം. സ്പെക്ട്രോസ്കോപ്പിയിൽ പൊതുവെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിൽ അല്ലെങ്കിൽ ഒക്കെയാണ് എനർജീസ് ഒക്കെ പറയുക. ജൂളിലൊന്നും പറയാറില്ല. വളരെ ചെറിയ എനർജികളായതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ വോൾട്ടാണ് യൂസ് ചെയ്യുക. ജൂളും ഇലക്ട്രോൺ വോൾട്ടും തമ്മിലുള്ള കൺവേർഷൻ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് photons in 6.6 joules of energy for a radiation of frequency 10 to the power 12 hertz. Calculate the number of photons in 6.6 joules of energy for a radiation of frequency 10 to the power 12 hertz. അപ്പോൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ തന്ന ക്വാണ്ടിറ്റികളൊക്കെ എഴുതുന്നു. ന്യൂ 10 to the power 12 hertz. ഈ 6.6 joule. We have the equation E is equal to NH nu. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്? നേരത്തെ നമ്മൾ ഒരു ഫോട്ടോൺ ഒരെണ്ണമാണ് എടുത്തത്. ഓഫ് ദ ഫോട്ടോൺ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് എന്നാണ്. ഒരു ഫോട്ടോൺ എന്നുള്ള ഇതിലാണ് നമ്മൾ E ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചത്. യൂഷ്വലി ലൈറ്റ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ലൈറ്റ് എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ദേ എമിറ്റ് ഇൻ integral multiple of a particular quantity called h nu. h nuവിൻ്റെ integral multiple ആയിട്ട് മാത്രമേ അത് എമിറ്റ് ചെയ്യുള്ളൂ. h nu എനർജി ഉള്ള പാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ. അപ്പോൾ എത്ര ഫോട്ടോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ E ഈക്വൽ ടു എൻ എച്ച് ന്യൂ എന്നുള്ളതാണ്. വേർ n is an integer. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? n ആണ് ഇവിടെ കാണേണ്ടത്. n is equal to E by h nu. E എത്രയാണ് തന്നിരിക്കുന്നത്? 6.6 by h എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. 6.625 into 10 to the power minus 34 into nu is 10 to the power 12. ഓക്കെ, ഇതെല്ലാം SI യൂണിറ്റ് തന്നെയാണ്. ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. 6.6 divided by 6.625 into 10 to the power minus 34 into 10 raised to 12. So this is roughly 6.6 ഉം 6.625 കൂടെ കിട്ടിയാൽ റഫ്ലി 1 എന്ന് എഴുതാം. ഇൻറ്റു 10 to the power minus 34 ഉം 12 ഉം പോയാൽ താഴെ minus 22 ഉണ്ടാവും. അത് മുകളിൽ വരുമ്പോൾ ഓക്കെ. സോ ആൻസർ ഈസ് 1 into 10 raised to 22. 1 into 10 raised to 22. നമ്പറാണ്, അതിന് യൂണിറ്റ് ഒന്നുമില്ല കേട്ടോ. നമ്പറാണ്, അതിന് യൂണിറ്റ് ഒന്നുമില്ല. ഇത്ര എണ്ണം. സോ ഇറ്റ് കണ്ടെയ്ൻസ് roughly 10 to the power 22 photons. 10 to the power 22 photons with this frequency constitute an energy of 6.6 joules. Is it clear? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in a particular atom an electron moves from n equal to 3
ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. n ഈക്വൽ ടു 3 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ആയി. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് n ഈക്വൽ ടു 1 ആണ്. എമിറ്റിംഗ് എ ഫോട്ടോൺ വിത്ത് ഫ്രീക്വൻസി, ഒരു ഫോട്ടോൺ ആണ് എമിറ്റ് ചെയ്തത്, അത് ശ്രദ്ധിക്കണം. ഒരു ഫോട്ടോൺ ആണ് എമിറ്റ് ചെയ്തത് വിത്ത് ഫ്രീക്വൻസി 5.2 into 10 to the power 15 hertz. 5.2 into 10 to the power 15 hertz. Question: what is the difference in energy? Okay, എനർജിയിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ്. ആരുടെയൊക്കെ ഓഫ് ദ ടു ലെവൽസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസിഷൻ? ആ ട്രാൻസിഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രണ്ട് ലെവലിന്റെ എനർജി ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ആൻസർ given nu is 5.2 into 10 to the power 15 hertz. ഓക്കെ, നമ്മൾ ബോർ ആറ്റം മോഡലിൽ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ മാത്രമാണ് അത് റേഡിയേറ്റ് ചെയ്യുക, അല്ലെ എനർജി പുറത്തേക്ക് വിടുക. അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ടാണ് എനർജി പുറത്തേക്ക് പോവുക. ഇവിടെ നിന്ന് താഴത്തേക്ക് ചാടുന്നു, n ഈക്വൽ ടു 3 നിന്ന് n ഈക്വൽ ടു ഒരു ഫോട്ടോൺ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ബോറിൻ്റെ കേസിൽ പഠിച്ചതാണ്. E3 മൈനസ് E1 ആണ് ആ പുറത്തേക്ക് പോയ H. E3 മൈനസ് E1 ആണ് പുറത്തേക്ക് പോയ H. സോ E3 മൈനസ് E1 ഈസ് 6.625 into 10 to the power minus 34 into 5.2 into 10 to the power 15. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ്. അത് പക്ഷേ ജൂളിലായിരിക്കും ആൻസർ വരിക. എത്രയാണ് ആൻസർ വരുന്നത്? 5.2 into 6.625 എന്ന് പറഞ്ഞാൽ 34.45 വരും. ഇൻറ്റു 10 to the power minus 19 ജൂളാണ്. എങ്ങനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റുക? ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഇലക്ട്രോണിന്റെ ചാർജ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10 raised to minus 19 ആണ്. സോ ആൻസർ വിൽ ബി 21.53 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? Question number 4. Find the wavelength, frequency and wave number of the third line of Paschen series of hydrogen spectra. ഹൈഡ്രജൻ സ്പെക്ട്രയിൽ ഇത് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഞാൻ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ പറ്റും. തേർഡ് ലൈൻ ഓഫ് പാഷൻ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത് സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ എന്നോ ഫോർത്ത് ലൈൻ ഓഫ് ബ്രാക്കറ്റ് എന്നോ ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ എന്നോ ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം തേർഡ് ലൈൻ ഓഫ് പാഷൻ. ആദ്യം നിങ്ങൾ പാഷൻ സീരീസ് എന്താണെന്ന് മനസ്സിലാക്കാം. പാഷൻ സീരീസ് എന്ന് പറയുന്നത് 1 by lambda is equal to RH into 1 by n1 square minus 1 by n2 സ്ക്വയറിൽ n1 is equal to എത്രയാവുന്നതാണോ പാഷൻ എന്ന് പറയുന്നത്? പാഷൻ എന്ന് പറഞ്ഞാൽ n1 എത്രയാവുന്ന? n1 1 ആയ ലൈമാൻ, 2 ആയ ബാമർ. പാഷൻ എന്ന് പറഞ്ഞാൽ n1 3. n2 എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ആവാം? 4, 5, 6, 7 എക്സെട്ര. 4 ആയ ഫസ്റ്റ് ലൈൻ, 5 ആയ സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 6. ഓക്കെ, അപ്പോൾ തേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ n2 is equal to 6, n1 is equal to 3. So 1 by lambda is equal to RH into 1 by 3 square minus 1 by 6 square. It is RH into 1 by 9 minus 1 by 36.
LCM is 36. This becomes 4 minus 1, 3. 3 by 36. Correct? Correct or no? So RH by 12 എന്ന് വരും. RH by 12 എന്ന് വരും. 1 by 9 minus 1 by 36. Is it clear? RH എത്രയാണ്? 1 point. ഇത് എപ്പോഴും അറിഞ്ഞിരിക്കണം കേട്ടോ. 1.097 into 10 to the power 7. 10 to the power 7 meter raised to minus 1. So 1 by lambda is 1.097 into 10 to the power 7 divided by 12 meter raised to minus 1. എത്രയാണ് ഇതിൻ്റെ ആൻസർ വരിക? 1.097 divided by 12 is 0.091 into 10 to the power 7. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം 9.1 10 to the power. ഇത് 9.1 ആക്കുമ്പോൾ എത്ര വരും? ഓക്കെ. അപ്പോൾ വേവ് നമ്പർ ആണ് ഇപ്പോൾ കിട്ടിയത്. വേവ് നമ്പർ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര വേവ് ഉണ്ടാവും? എത്ര വേവ് ഉണ്ടാവും? 9.1 into 10⁵ വേവ് ഉണ്ടാവും ഒരു മീറ്ററിൽ. അതാണ് ഇതിൻ്റെ മീനിങ്. വേവ് ലെങ്ത് എത്രയായിരിക്കും? ലാംഡ is equal to 1 divided by 9.1 into 10⁵. എത്ര വരും? 1 divided by 9.1 is 0.109 into 10 to the power minus 5. It is 1, 2, 3, 4 1900 നാനോമീറ്റർ. ഓക്കെ. ഇത് 1, 2, 3, 4 സ്ഥാനം കൊണ്ട് മാറ്റുമ്പോൾ ഇത് 10⁻⁻9 ആവും. 10⁻⁹ നാനോമീറ്റർ ആണ്. സോ 1900 നാനോമീറ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? Frequency nu is C by lambda. C is 3 into 10⁸. Lambda is 1090 into 10 to the power minus 9. So 3 divided by 1090. It will be roughly 2.8 into 10 to the power 14. ഓക്കെ. ഇത് ചെയ്ത് നോക്കുക. 9 × 17 വരും. 3 by 1090 എന്ന് പറഞ്ഞാൽ 0.002 ആണ്. അതിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ 2 പോയിന്റ് ആക്കുക. 10⁻14 ആൻസർ. സോ ഈ രീതിയിലുള്ള പ്രോബ്ലംസ്, അപ്പോൾ ബോർ ആറ്റം മോഡൽ വരെയുള്ള ഇത് പ്രോബ്ലം ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. നിങ്ങൾ ഇനി എവിടെ നിന്നെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. So I'll stop here. We'll continue in the next class.